മാനസിക ആരോഗ്യ ചികിത്സാ രംഗം അത് ഇന്ത്യയിലും കേരളത്തിലും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാനസിക ആരോഗ്യ മേഖലയിൽ ചികിത്സകൾ നൽകുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ മാനസികാരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്, പേരൂർക്കടയിലെ ഉളമ്പാറ എന്ന സ്ഥലത്താണ്. 1870 കേരളത്തിലെ ഈ സ്ഥാപനം വരുന്നത്. അതിനുശേഷം കേരളത്തിൽ തന്നെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം, അതുപോലെ തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രം നിലവിൽ വരികയുണ്ടായി. അപ്പോൾ ഈ 3 കേന്ദ്രങ്ങളും സ്വാതന്ത്ര്യ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം ഈ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മെൻ്റൽ അസൈലം എന്ന രീതിയിലായിരുന്നു ഈ ചികിത്സാ കേന്ദ്രങ്ങളെ കണ്ടിരുന്നത്. മാനസിക രോഗികളെ മറ്റേതൊരു രോഗിയെയും പോലെ കണ്ടിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ത്യയിലും അതിനുശേഷം 1918 കാലഘട്ടത്തിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി റാഞ്ചി, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് എന്ന ഇന്ന് അറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട സ്ഥാപനം, അങ്ങനെ ഒട്ടേറെ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മാനസികാരോഗ്യ ചികിത്സാ രംഗത്ത് വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസിക രോഗികളെ രോഗികളായിട്ട് കണക്കാക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മനുഷ്യരായി പോലും കണക്കാക്കാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മാനസിക രോഗങ്ങളെ മറ്റേത് രോഗത്തെയും പോലെ കണക്കാക്കാതിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1912 ഇന്ത്യൻ ലൂണസി ആക്ട് എന്ന ഒരു നിയമം ഈ മാനസിക രോഗം മൂലം വിഷമത അനുഭവിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി തയ്യാറാക്കിയത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന സമയത്തും ഒട്ടേറെ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ സ്ഥാപനത്തിനും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടത്തിപ്പിനുമെല്ലാം രാജഭരണകാലത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, മെൻ്റൽ അസൈലം എന്ന ആ ഒരു കൺസെപ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ ഇത്തരം ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരുപക്ഷെ അവർ അക്രമാസക്തരാകുമ്പോൾ അവരിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കുക, അവരെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് വിദൂര സ്ഥലങ്ങളിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ അവിടെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചങ്ങനെ ഇത്തരം രോഗികളെ പാർപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അന്ന് ഇത്തരം മാറ്റി പാർപ്പിക്കലായിരുന്നു പ്രധാനമായും ചികിത്സയെന്ന് പറയാവുന്നത്. ഒരുപക്ഷെ നാട്ടിൻപുറങ്ങളിലും മറ്റും അക്രമാസക്തരായ ആളുകളെ ഒരുപക്ഷെ കൈകാര്യം ചെയ്യുന്ന, ശാരീരികമായി ഉപദ്രവിക്കുന്ന, അങ്ങനെ ഉപദ്രവമേൽപ്പിച്ച് ഒരുപക്ഷെ ബാധ ഉപദ്രവമാണെന്ന് കരുതി അല്ലെങ്കിൽ അതേപോലെയൊക്കെയുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് ഈ രോഗബാധ ഉണ്ടാകുന്നതെന്ന് വിചാരിച്ച് അവരെ പീഡിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി അവർക്ക് മനുഷ്യനെന്ന പരിഗണന പിൽക്കാലത്ത് നൽകുകയുണ്ടായി. ഒരു മാനുഷിക മുഖം ആധുനിക ചികിത്സയുടെ ആവിർഭാവത്തിന് ശേഷം ഈ മാനസിക രോഗികളോട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ചികിത്സാ സംവിധാനം പിന്നീട് ഒരുങ്ങുകയുണ്ടായി. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന കൺസെപ്റ്റിലേക്ക് പിന്നീട് വന്നു. അപ്പോൾ മെൻ്റൽ അസൈലം എന്ന നിലയിൽ നിന്നും ആശുപത്രിയുടെ പേരൊക്കെ മാറി, അത് മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് കാലക്രമേണ അത് മെൻ്റൽ ഹെൽത്ത് സെൻ്ററായി. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 3 മെൻ്റൽ ഹെൽത്ത് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു സർക്കാർ മേഖലയിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള സ്ഥാപനം മാനസികാരോഗ്യ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തേക്ക് മാറണം. കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന പരിശീലനങ്ങളൊക്കെയും നടത്തുന്ന അങ്ങനെയുള്ള രീതിയിലേക്കുള്ള രൂപമാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പേരിൽ അത്തരത്തിലുള്ളൊരു മാറ്റം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം അതൊരു മാനസികാരോഗ്യ പരിശീലന ഗവേഷണ കേന്ദ്രമായിട്ടത് മാറേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സർക്കാർ മേഖലയിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മാനസിക രോഗ ചികിത്സയുണ്ട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്.
എല്ലാ മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി നിലവിലുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ആശുപത്രികൾ ഈ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ദേശീയ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായിട്ട് 1999 കേരളത്തിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടി പൈലറ്റ് ചെയ്യുകയുണ്ടായി. അത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടത് പൈലറ്റ് ചെയ്യുകയും അത് വിജയകരമായി കണ്ടതിനെ തുടർന്ന് പിന്നീട് തൃശ്ശൂർ ജില്ലയിലും പിന്നീട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ജില്ലാ മാനസികാരോഗ്യ പരിപാടി. ഇതൊരു വികേന്ദ്രീകൃത മാനസികാരോഗ്യ സേവനം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ദേശീയ മാനസികാരോഗ്യ നയം നിലവിലുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മിക്കവാറും ജില്ലകളിൽ ഈ പരിപാടി നിലവിലുണ്ട്. ഇനിയും ചില ജില്ലകളിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അംബീഷ്യസ് പ്രോജക്റ്റാണ്. എല്ലാ ജില്ലകളിലും ജില്ലാ മാനസികാരോഗ്യ പരിപാടി നടപ്പിലാക്കുക എന്നുള്ളത്. കേരളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. വിജയകരമായി ഈ മാനസികാരോഗ്യ സേവനങ്ങൾ ആളുകളുടെ ആവശ്യക്കാരുടെ ഡോർ സ്റ്റെപ്സിൽ അവരുടെ കയ്യെത്തും ദൂരത്ത് സമീപത്തെത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ ഒക്കെ അടങ്ങിയ കൗൺസിലേഴ്സ് ഒക്കെ അടങ്ങിയ ഒരു ടീം സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പോകും. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒക്കെ സന്ദർശിച്ച് നിശ്ചിത ദിവസങ്ങളിൽ മാനസികാരോഗ്യ ക്ലിനിക്കുകൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കോസ്റ്റൽ മെൻ്റൽ ഹെൽത്ത്, ഇപ്പോൾ തീരദേശത്ത് വസിക്കുന്ന ആളുകളുടെ സവിശേഷ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള കോസ്റ്റൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമുണ്ട്. അതുപോലെ നമ്മുടെ ഹില്ലി ഏരിയാസിൽ വനപ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഉള്ള തദ്ദേശീയരായിട്ടുള്ള ആദിവാസികൾക്ക് വേണ്ടി ട്രൈബൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ ഗർഭിണികളുടെയും പ്രസവാനന്തരം ഉള്ള അമ്മമാരുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള അമ്മ മനസ്സെന്ന പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ആണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. 2017 മുതലാണ് ഈ അമ്മ മനസ്സ് പരിപാടി നടപ്പിലാക്കുന്നത്. കൂടാതെ ഈ ആശ്വാസം എന്ന് പറയുന്നൊരു പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കി. അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷാദ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം, അത് തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. എംഒമാർ അത് ചികിത്സിക്കുന്നുള്ള പരിശീലനം അവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലുള്ള വിഷാദ രോഗം, ഉത്കണ്ഠാരോഗം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ അവരുടെ ഹൗസ് വിസിറ്റൊക്കെ നടത്തി അവരെ കണ്ടെത്തി കൗൺസിലിങ്ങും ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സയൊക്കെ നൽകുന്ന ഒരു പരിപാടിയാണ്. അത് ആശ്വാസം പദ്ധതി എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ നിശ്ചിത അളവിൽ മരുന്നുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നിശ്ചിത ഡോസ് പ്രകാരം എല്ലാ മാസവും അത് സൗജന്യമായി കൊടുക്കുകയാണ്. അപ്പം ആ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ഘടകം, സൗജന്യമായ ചികിത്സ, മരുന്ന് ചികിത്സ. രണ്ടാമത്തെ കൗൺസിലിംഗ് പോലെയുള്ള സേവനങ്ങൾ. മൂന്നാമത്തത് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളാണ്. ഇന്നും പൊതുജനത്തിന് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം പൂർണ്ണമായിട്ടും ഇല്ല. അപ്പോൾ നമുക്ക് 100% സാക്ഷരത നമ്മൾക്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി, മാനസികാരോഗ്യ അവബോധം അല്ലെങ്കിൽ സാക്ഷരത നമുക്ക് എത്രത്തോളം ഉണ്ട്, ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ ഒരുപാടുള്ളൊരു കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറിയാൽ മാത്രമേ എളിയ രീതിയിൽ പല രോഗങ്ങളും ആരംഭിക്കുമ്പോൾ തന്നെ അത് നേരത്തെ കണ്ടെത്താനും അതിന് വേണ്ട ഇടപെടൽ നടത്താനും ചികിത്സ ആരംഭിക്കാനൊക്കെ കഴിയത്തുള്ളൂ. അപ്പം ഈ ആശ്വാസം പദ്ധതി വഴി ഈ തുടക്കത്തിൽ തന്നെ ചില ഉത്കണ്ഠ രോഗങ്ങളോ അല്ലെങ്കിൽ വിഷാദ രോഗം കണ്ടെത്താനും അതുവഴി ആത്മഹത്യയിലേക്കൊക്കെ അത് എത്തിച്ചേരാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഇടപെടൽ നമുക്ക് സംയോജിതം നടപ്പിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇതാണ് വികേന്ദ്രീകൃത മാനസികാരോഗ്യ സേവനത്തിൻ്റെ കാര്യം. പിന്നെ സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുണ്ട്. അത് കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് സേവനങ്ങൾ നമ്മൾ നൽകുന്നു. ഇപ്പോൾ പകൽ വീടുകൾ, എല്ലാ ജില്ലകളിലും പകൽ വീടുകളുണ്ട്. അപ്പം ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് പകൽ സമയത്ത് വന്നിരിക്കുവാനും അവർക്ക് സൂപ്പർവൈസ്ഡ് ആയിട്ട് മരുന്നുകൾ നൽകുവാനും അവർക്ക് ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് ചില വരുമാനങ്ങൾ ലഭിക്കുവാനൊക്കെ ഉള്ള സാധ്യത ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പകൽ വീടുകൾ. അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് മെൻ്റൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം വളരെയേറെ പിന്നെ പരിശീലന പരിപാടി, ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ജീവനക്കാർക്കും എല്ലാം ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായിട്ട്
നിരന്തരമായ പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ, ഈ ഒരു മാനസികാരോഗ്യ സേവനം ലോകാരോഗ്യ സംഘടന പറയുന്ന നിർവചനപ്രകാരം മാനസികാരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പം മാനസികാരോഗ്യ സേവനങ്ങൾ നേരത്തെ കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ മാനസികാരോഗ്യ സേവനങ്ങൾ കൂടി നൽകുന്ന തരത്തിലേക്ക് ആ ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനം സാധിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ സേവനങ്ങൾ പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. മനസ്സിൻ്റെ പ്രയാസങ്ങൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നേടുകയാണെന്നുണ്ടെങ്കിൽ ടെലിഫോണിലൂടെ മനസ്സെന്ന ഒരു സംവിധാനത്തിലൂടെ അവർക്ക് ആക്സസ് ചെയ്യാം. ആർക്കും ആക്സസ് ചെയ്യാം. 144 എന്നുള്ളൊരു നമ്പറുണ്ട്, 14416. ഈ നമ്പറിലേക്ക് വിളിച്ച് 24 മണിക്കൂറും കൗൺസിലർമാർ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുടെ മനപ്രയാസം, അതിൻ്റെ കാരണങ്ങൾ കേൾക്കുകയും സാന്ത്വനം നൽകുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വളരെ ചുരുക്കമായിട്ട് ഈ മാനസികാരോഗ്യ ചികിത്സാ രംഗത്തെക്കുറിച്ച് പറയാനുള്ളത്.